ക്യാമ്പസുകളിലും ചില സീനിയർ ആളുകൾ കാശുള്ളവന്മാർ വെളിയിൽ താമസിക്കും. അതായത് വെളിയിൽ വില്ല എടുത്തോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഹൗസൊക്കെ എടുത്ത് താമസിക്കും. ഇവിടെ പലപ്പോഴും ലഹരി പാർട്ടികൾ നടക്കാറുണ്ട്. അപ്പം ഈ ക്യാമ്പസുകളിലെ ജൂനിയേഴ്സ് പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് മദ്യമായിട്ടും മയക്കുമരുന്നായിട്ടും MDMA പോലുള്ള രാസലഹരിയായിട്ടും ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഇവർക്ക് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ. പലതരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. അവൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സൗണ്ട് ഒന്ന് മാറ്റിയിട്ടാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ അവൻ്റെ പെർമിഷനോടുകൂടി തന്നെയാണ് ഞാൻ എതിരുന്നത്. അവൻ്റെ ആ ഒരു കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിക്കാം. ഫുഡൊക്കെ ആയിട്ട് അതിലോട്ട് അവരെ ജൂനിയേഴ്സിനായിട്ടുള്ള ഗേൾസിനെയും ബോയ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യും. മോസ്റ്റ്ലി അവർ ഇൻവൈറ്റ് ചെയ്യുക ഗേൾസിന്, കാരണം അവർക്ക് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യും, മുക്കോളം കുടിപ്പിക്കും. എന്നിട്ട് അവിടെ ഉണ്ടാകുന്നത് അത്രയും വൾഗറായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ കളിക്കുന്ന ഒരു കളിയുണ്ട്, ട്രൂത്ത് ഓർ ഡെയർ. അതിൽ കൊടുക്കുന്ന ഡെയർ ഒക്കെ കേട്ടാൽ നമുക്ക് അറപ്പ് തോന്നിപ്പോകും. അതിന് കുറെ കീവേഡ്സ് ഉണ്ട് അവരുടെ ഇടയിൽ, നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഈ ഒരു കോൾ റെക്കോർഡിനകത്ത് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഡ്രഗിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അത് എല്ലാം ഒന്നും മറ്റും ഇവിടെ കേൾപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കേട്ടല്ലോ, ഇത് നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്ന സംഭവമാണ്. പല സ്റ്റുഡൻസും ഇപ്പോൾ ഡ്രഗ് ക്യാരിയേഴ്സ്